ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കുളിജപങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം അടിച്ചു വാരൽ തോടെയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടപ്പത്തിരി പിന്നെ ചമ്മന്തി ആയിരുന്നു കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചോറേക്ക് നമ്മുടെ ജീരകം ഇട്ടിട്ട് പിന്നെ ഓയിലും ഇതൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് തിളക്കുമ്പോൾ പിന്നെ അരി ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കണം. നമ്മൾ സബോള വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. ഇനി സെക്കൻഡ് ട്രിപ്പ് ഇതുപോലെ നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വറുത്ത് കോരി എടുക്കണം. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുന്തിരിയും കൂടെ. അണ്ടിപ്പരിപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പം മുന്തിരിയും കൂടി ഇങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിക്കുള്ള മസാലയ്ക്ക് നമ്മൾ സബോള ഇങ്ങനെ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോറിച്ച് അരി കഴുകി വാര വയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന്. ഇനി നമ്മളത് സബോള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ മിക്സിയിൽ അരച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിയില, പുതിനയില, അത് മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പം നമ്മൾ പുളിയില്ലാത്ത തൈരായിരുന്നു. അപ്പോൾ ഒരു 2 ചെറിയ സ്പൂൺ പോലത്തെ കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായി ചിക്കൻ ഒന്ന് വേവണ വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സബോളയില്ലേ, അതും കൂടെ പകുതി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഇതൊക്കെ ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ അരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചോറ് തിളച്ചപ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. ആദ്യം തന്നെ ബിരിയാണി പോട്ടിൽ അടിയിൽ ഫുള്ള് ചിക്കൻ ലെയർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന മുന്തിരി, സബോള ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. അപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്യാം കേട്ടോ. ഫുള്ള് മഴ ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ മഴയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായിരുന്നു. അപ്പോൾ നമ്മൾ പതിയെ ഇളക്കി ഇങ്ങനെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ പ്ലേറ്റിലേക്ക്. നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇട്ടുമെന്ന് മാത്രമല്ല, ലെയറായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. കുറച്ച് ചിക്കൻ പിന്നെ ചോറ്, അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി എടുത്ത് അങ്ങനെ ബിരിയാണി കഴിച്ച് കണ്ടു. അപ്പോഴും പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി പുറത്തിരുന്നിരുന്നായിരുന്നു കേട്ടോ. മഴയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം കൂടി ഇരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാനുള്ള ടൈമായിട്ടാണ്. ഫാനൊന്നും ഓണാക്കണില്ല, നല്ല തണവാണ്. അപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് ഇപ്പം 6:15 അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ, അത് കഴിച്ചു. അത് കണ്ട് പിന്നെ ചുമ്മാ അങ്ങനെ ഇറാത്ത് വന്നിരുന്ന് അമ്മയൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ കേട്ടിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും രാത്രി ഫുഡ് അടിച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ. നമ്മൾ മെയിനായിട്ട് യൂട്യൂബിൽ വ്ളോഗ്സൊക്കെയാണ് കാണാറിരുന്നിട്ട് അങ്ങനെ കണ്ടിരുന്നു. കിടന്നുറങ്ങാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.